ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ഇന്നത്തെ ഒരു അടിപൊളി വ്ളോഗാണ് കേട്ടോ. വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഉത്രാട പരിപാടികളും കളികളും എല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ എന്തായാലും കാണുന്ന അടിപൊളി ട്വിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അവസാനം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഉത്രാട ദിവസം ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 2:30 ആ ടൈമിലൊക്കെ ഉണ്ട് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പരിപാടി തുടങ്ങിയപ്പോൾ സനുക്കുട്ടി എല്ലാത്തിനും പോയി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ സനുക്കുട്ടിക്ക്. പിന്നെ അമ്മുക്കുട്ടി ഒപ്പം ഉണ്ടല്ലോ, അമ്മുക്കുട്ടി എന്തിനു ചേരുന്നു അതിനൊക്കെ സനുവിന് പേര് കൊടുക്കുന്നുണ്ടായിരുന്നു. സ്പൂൺ റൈസൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ അവൾക്ക് ജയിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഏറ്റവും ചെറുതായിരുന്നു കേട്ടോ നമ്മുടെ സനു ഉണ്ടായിരുന്നു. അപ്പം അമ്മുക്കുട്ടിയായിരുന്നു കേട്ടോ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചെറിയ കുട്ടികളായ കാരണം ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എത്തുന്നതിൻ്റെ മുന്നേ നാരങ്ങ പിടിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് രണ്ടാമത്തെ തവണയൊക്കെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ വലിയ പരിപാടികൾ കണ്ടിരിക്കാൻ. ഒപ്പത്തിനൊപ്പം തന്നെ നമ്മുടെ സനു എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത്രയും വലിയവരെ കൂടെ അവൾ മത്സരിക്കുമ്പോൾ എന്തായാലും ഒരു ജസ്റ്റ് ലക്ക് എന്ന് മാത്രം തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അവൾ കണ്ടില്ലേ, സൈഡിൽ നിന്ന് ഏതോ ഒരു കോണിലേക്കാണ് കേട്ടോ അവൾ എൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് തോന്നുന്നു. പരിപാടിയൊക്കെ ആദ്യം മുതൽ അവസാനം വരെ അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് എത്ര തിരക്കിനിടയിലാണെന്ന് വെച്ചാലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ചെറിയവരും വലിയവരും എന്നുള്ള ഭേദഗതി ഇല്ലാതെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികളും മുതൽ അമ്മമാരും അതുപോലെ ചേട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ പരിപാടി കണ്ടിരിക്കാൻ. ആഹാ, എന്തേ കണ്ടോ നമ്മുടെ പ്രസാദേട്ടൻ വരുന്ന വരവ് കണ്ടോ. ഇതിന് ഉചിതമായ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. ഇതുപോലെ ഒരു വരവ് ആരും കണ്ടിട്ടുണ്ടാവില്ല. ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ. ഭയങ്കര എല്ലാവർക്കും രസിപ്പിക്കുന്ന രീതിയിലുള്ള കളിച്ചിരികളും എല്ലാം ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതാ കണ്ടില്ലേ, ബ്ലാക്ക് ഷർട്ട് നമ്മുടെ സായന്താണ് കേട്ടോ, എൻ്റെ അനിയനാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, നമുക്ക് അവൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കണം. നമ്മളത് മോശമായിട്ട് കാണരുത് കേട്ടോ. അവള് വളരെ മനോഹരമായിട്ട് യൂട്യൂബ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും അവളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം കേട്ടോ. റെഡി അല്ലേ? വിസിലടിച്ച മ്യൂസിക് വരും. ഓക്കെ, മൂന്നാളും വളരെ മനോഹരമായിട്ട് നമ്മുടെ യൂട്യൂബർ തന്നെ എല്ലാവരും റെഡിയായോ? റെഡിയായോ? വിസിലടിക്കും കേട്ടോ. അടിപൊളി. സനുക്കുട്ടീനെ പോലെ തന്നെ ഞാനും എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, കുറേ നാളുകളായി ഇപ്പം ഇങ്ങനത്തെ ഒരു മത്സരത്തിലൊക്കെ ഒന്ന് പങ്കെടുത്തിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണെന്നറിയില്ല, അവിടെ പോയി നിന്നപ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോകുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും പേരുടെ മുന്നിൽ തോറ്റു കഴിഞ്ഞ നാണക്കേടല്ലേന്നായിരുന്നു. പിന്നെ ജയിച്ചപ്പോൾ എന്തോ ഭയങ്കര എന്താ പറയുക, അടുത്ത മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ പങ്കെടുക്കുമ്പോൾ എന്താ പറയുക, പ്രേക്ഷകരുടെ അതായത് ഇപ്പോൾ കാണുന്ന ആൾക്കാരുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ നമുക്ക് നമ്മുടെ വിജയത്തിനൊരു കാരണമാണ്. എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഓരോ പരിപാടിയിലൊക്കെ പങ്കെടുക്കാനൊക്കെ. അങ്ങനെ എന്തായാലും ഫസ്റ്റ് പങ്കെടുത്തിട്ട് ഒരു ട്രോഫിയും കൊണ്ടെങ്കിലും പോരാൻ പറ്റിയല്ലോ. അതിൻ്റെ ഇടയിലാണെന്ന് നമ്മുടെ യൂട്യൂബിനെ കുറിച്ചിട്ട് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. ചാക്ക് ചാട്ടത്തിന് ചാടണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പാവാട ഇട്ട കാരണം അതിൽ കയറി നിന്ന് എപ്പോഴാണ് തട്ടിത്തടഞ്ഞ് വീഴുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ചാക്ക് ചാട്ടത്തിന് ചാടാഞ്ഞത്. നമ്മൾ വിചാരിക്കും വലിയ സിമ്പിളാണ്, ചാക്കിൽ കയറി നിന്ന് ചാടിയാൽ മാത്രം മതിയല്ലോ എന്ന്. സത്യം നല്ല റിസ്ക് ആണ് കേട്ടോ. ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൈ ചില്ലറ കൈയല്ല, ശരിക്കും കളിക്കണം കൊമ്പ. വിശാഖ് നടക്കൂല.
അടിച്ച കപ്പാട്ടോ. കോച്ചിങ് ഉണ്ട്, കോച്ചിങ് നടക്കുന്നുണ്ട്. ഒട്ടും മോശമല്ല. സാന്ദ്രന് കറക്റ്റ് ആയിട്ട് വിളിക്കും. ഒരിക്കലും പിടിക്കേ, ഒപ്പം പിടിക്കേ. കയ്യടിക്ക്. ഫൈനലാണ്. കയ്യടിക്ക്. ഓ സാന്ദ്ര ഏതാ യൂട്യൂബർ മോഡല്. അങ്ങനത്തെ രണ്ടാമത് വെള്ളം നിറക്കണേൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോഡ കുപ്പിയിൽ വെള്ളം നിറക്കിയ ഭാഗ്യം അതിനും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗെയിമിലാണ്ട് ഈ പാവടയൊക്കെ വലിച്ച് ഒരു കളഞ്ഞാലോ എന്ന് ചിന്തിച്ചു പോയത്. അമ്മ അതിലാകെ വെള്ളം നനഞ്ഞ് പിണ്ടിയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള ഗെയിമിലൊക്കെ പാവട എടുത്ത് കുത്തിയിട്ടാണ് കേട്ടോ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം രസം. ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഫസ്റ്റിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് അടിക്കും. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടും മൂന്നാമതും കളിച്ചവരുടെ കൂടെ ഫൈനൽ കളിക്കുമ്പോഴാണ് എന്താ പറയുക ബുദ്ധിമുട്ട്. നമ്മൾ ഫസ്റ്റ് വിചാരിക്കും ഓ കിട്ടിയില്ല, കപ്പ് കിട്ടുമെന്ന് വിചാരിക്കും. പിന്നീട് ഫൈനലാകുമ്പോൾ ചിലപ്പോൾ പോവും. അതാണ് ബുദ്ധിമുട്ട് അല്ലേ. അടുത്തൊരു ചെറിയ പിള്ളേരുടെ കസേരക്കളിയായിരുന്നു കേട്ടോ. ഇവർക്കാണെങ്കിൽ ഇതൊക്കെ ഒരുപാട് തവണ പറഞ്ഞു കൊടുക്കണം. അതായത് ഇപ്പോൾ കസേര കളിക്കുമ്പോൾ തിരിഞ്ഞ് ഓടരുത്, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ഇവർ 2-3 തവണ കളിച്ചിട്ടാണ് കേട്ടോ അവസാനം ഒരു വിജയിനെ കണ്ടെത്തി തന്നെ. ഇതേ കണ്ടില്ലേ, തൊട്ട് മുന്നിൽ കസേര ഉണ്ടായിട്ട് പോലും ഇരിക്കാത്തവരാണ് ഇവരൊക്കെ. ഇതാ കണ്ടില്ലേ, നമ്മുടെ സനു അവൾ പിന്നെയും തിരിഞ്ഞ് ഓടാണ്ട് ബാക്കിലേക്ക് വന്നിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ സനു ഔട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഞങ്ങളുടെ വലിയവരുടെ കസേരക്കളിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചിട്ട് തന്നെയാണ് പോയത് ഇതിൽ എന്തെങ്കിലും ഫസ്റ്റ് കിട്ടിയ നാണം കിട്ടിയിട്ടൊന്ന്. അതേപോലെ തന്നെ സംഭവിച്ചു. എന്താണെന്നറിയോ, കറക്റ്റ് എല്ലാവരും മുന്നിലായിട്ടാണ് കസേര ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കാണ്ടായിരുന്നില്ല, അങ്ങനെ ചമ്മി പോരുന്നതാണ് കേട്ടോ ചെയ്തത്. മിഠായി പറക്കലായിരുന്നു കേട്ടോ ഏറ്റവും വലിയ രസം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി മേലെ വീണിട്ടൊക്കെ ആയിരുന്നു മിഠായി പറക്കണ്ടായിരുന്നു. ഇതേ കണ്ടില്ലേ, നമ്മുടെ സനും അനുശ്വരിയും അത് നോക്കി നിൽക്കുകയായിരുന്നു. അനുശ്വരി കുട്ടിയാണെന്ന് മിഠായി പെറുക്കാൻ കിട്ടാത്തതിന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അനുവിനോട് എന്താ പെറുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് എങ്ങനെ പെറുക്കുക ഇതിൻ്റെ ഇടയിൽ നിന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം എന്താ എല്ലാ പിള്ളേർക്കും മിഠായി ഓരോന്ന് വീതം വിരിച്ചു കൊടുക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സഞ്ജയുടെ ഉറിയടിക്കൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കോമഡിയാന്ന് തന്നെ പറയാം. എന്താ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ അവൻ ഫുള്ള് സ്ഥലമൊക്കെ നോക്കി എണ്ണി തിട്ടപ്പെടുത്തിയിട്ടാണ് തോന്നുന്നത് പോയത്. ആ ചെടിയും എല്ലാം കറക്റ്റ് അതിൻ്റെ ഏതൊട്ട് സെഡ് വരെയുള്ള കറക്റ്റ് അളവൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അവൻ പോയിട്ടുണ്ടായിരുന്നത്. സഞ്ജയ് ആണെങ്കിൽ ഭയങ്കര ആനപ്രേമിയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അവനെ എല്ലാവരും അരിക്കൊമ്പെന്ന് വിളിച്ചിട്ടാണ് കേട്ടോ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നത്. കണ്ടില്ലേ, ഇത് കണ്ടിട്ട് ചിരിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടാവോ? ഇത് കണ്ടാൽ ചിരിക്കാൻ വേറെ എവിടേക്കെങ്കിലും പോകണം. അയ്യോ, എല്ലാവരും ചിരിച്ച് മണ്ണ് തപ്പിന്ന് തന്നെ പറയാം. എന്താ പാമ്പിനെ പിടിക്കാൻ പോവാ? കിട്ടിയോനെ അവിടെ തട്ടിക്കാൻ പറ്റില്ല കേട്ടോ. അതില്ല, ഇത് മീൻ പിടിക്കല്ല. അടി തെറിക്കും.
അതെ അങ്ങനെ മാറിക്കോട്ടോ അമ്മടുത്തേ അടി എങ്ങനെ വരിക എന്തെങ്കിലും ദേഷ്യമുള്ളവരൊക്കെ ഈ സമയത്ത് അടിക്കാം. അടി 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 ആരെങ്കിലും ഉണ്ടോ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറി അടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാന്ന് എല്ലാവരും വിചാരം. ഞാൻ അങ്ങനെ എന്നിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ണ് കെട്ടി അവിടെ പോയപ്പോൾ ഒരു ലോകമില്ല പറഞ്ഞ അവസ്ഥയാണ്. ഒന്നും കാണാനും പറ്റുന്നില്ല. ഞാനാണെങ്കിൽ വിചാരിച്ചു എന്തേലൊക്കെ ഒന്ന് കാണാൻ പറ്റും, എങ്ങനെയൊക്കെ അടിച്ചിട്ട് ഒരു ട്രോഫിയും കൂടി വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാ. പക്ഷെ അവിടെ പോയപ്പോൾ സ്ഥലം ഏതാണെന്ന് അറിയണില്ല, ഒന്നുമില്ല. എന്നാലും ഏകദേശം അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സായിരുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, തോറ്റെങ്കിൽ എന്താ, എനിക്ക് പങ്കെടുക്കാൻ പറ്റിയല്ലോ. എല്ലാ പരിപാടിക്കിടയിലും ഓരോരുത്തരെ ചിരിപ്പിക്കണ്ടേ. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ ഒരു ബലൂൺ വീർപ്പിക്കൽ. പ്രത്യേകിച്ച് നമ്മുടെ ഋഷിയുടെ. ഈ കൂട്ടത്തിൽ ഈ 3 പേരിൽ ആരെങ്കിലും ബലൂൺ വീർപ്പിക്കുന്നത് കണ്ട് നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. ബലൂണ് വീർപ്പിച്ച് നമ്മുടെ എയർ പോവുകയെന്നല്ലാണ്ട് ബലൂണിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് വലുതാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ ഈ ഒരു ബലൂണ് വീർപ്പിക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ 1-2 ബലൂണൊക്കെ വീർപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ബലൂൺ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും അത് പൊട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള നഖം വെച്ച് പൊട്ടിച്ചാലോ. പക്ഷെ അപ്പുറത്തെ ആൾക്കാരില്ല. അങ്ങനെ പൊട്ടിച്ചാൽ നമ്മൾ കള്ളത്തരം കാണിച്ച പോലെ ആവില്ലേ. എങ്ങനെയെങ്കിലും ഒന്ന് വീർപ്പിച്ച് പൊട്ടിക്കാമെന്ന് വിചാരിച്ചാൽ പൊട്ടുന്നുമില്ല. ഞാൻ ബലൂണ് വീർപ്പിക്കുമ്പോഴും അപ്പുറത്തുള്ളവർ പൊട്ടിച്ചോന്നാണ് കേട്ടോ എൻ്റെ ശ്രദ്ധ ഉണ്ടായിരുന്നു. ഇത്രയും വീർത്തിട്ടും എൻ്റെ ബലൂൺ എന്താ പൊട്ടാത്തതെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഉള്ള എയർ മൊത്തം വലിച്ചതാക്കിയിട്ട് എൻ്റെ ബലൂണിന് മാത്രം ഒരു കുലുക്കൂല. അതെന്താണാവല്ലേ? അതിപ്പോൾ ഞാൻ വീർപ്പിക്കുന്നത് കൊണ്ടാണ്, എൻ്റെ ബലൂണിൻ്റെ വല്ല പ്രശ്നമാണോ എന്നറിയില്ല. എങ്ങനെയോ അവസാനം ഒന്ന് പൊട്ടി. പിന്നെ എൻ്റെ ഭാഗ്യത്തിനാണ് തോന്നുന്നു ആദ്യത്തെ ഇത്രയും റിസ്ക് എടുത്ത കാരണം 2ാമത്തെയും 3ാമത്തെയും വേഗം പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊരു ഫൈനൽ മത്സരം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിനെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടോട്ടൽ ആകെ 2 ട്രോഫിയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് നമ്മുടെ തീറ്റ മത്സരമാണ്. കയപ്പയ്ക്ക് നാരങ്ങയാണ് കേട്ടോ. ഇത് വല്ല ചിക്കൻ ബിരിയാണി വല്ല ഐസ്ക്രീമോ ബണ്ണൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു. ഈ കയപ്പയ്ക്ക് ഉപ്പേരി വെച്ചാൽ പോലും കഴിക്കാത്ത ഞാനുണ്ടോ ഇത് തിന്നണു. അങ്ങനെ ദേ നമ്മുടെ കയപ്പയ്ക്ക് തീറ്റ മത്സരമൊക്കെ നല്ല അടിപൊളിയായിട്ട് അവസാനിച്ചു. ഇവരുടെ തീറ്റ കണ്ടാൽ തോന്നും വല്ല കോഴിക്കാല് കടിച്ച് വലിക്കരുത്. രമേശ് ചേട്ടനൊക്കെ കഴിക്കുന്ന കഴിപ്പ് കണ്ടില്ലേ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്നൊന്നും ഫുഡ് കഴിക്കാതെ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ വയറ് വല്ലതും വാടകയ്ക്ക് എടുത്തിട്ടാണോ വന്നിരിക്കുന്നത്? എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ലാസ്റ്റ് ഗെയിമാണ് കേട്ടോ, അടിപൊളി വടംവലി. ഇത് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഈ ഒരു വടംവലി കണ്ടിട്ട് ആരും ചിരിക്കരുതേ. ഞങ്ങളുടെ ഒരു ട്രയൽ മാത്രമായിരുന്നു കേട്ടോ ഇത്. എന്താ പറയുക, വടം ടൈറ്റ് ആക്കലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഓപ്പോസിറ്റ് ഉള്ളവരും പെട്ടെന്ന് വലിച്ച കാരണം ഞങ്ങൾക്കുള്ള കൺട്രോൾ പോയി എന്നുള്ളതാണ്. വടം ഏത് വഴിക്ക് പോയി, ഞങ്ങൾ ഏത് വഴിക്ക് പോയി എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഭയങ്കര ചിരിയാണ് കേട്ടോ വരുന്നത് ഈ വീഡിയോ കാണുമ്പോൾ. എന്നാലും വലിയ രീതിയിലുള്ള പരിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറയുക, പെട്ടെന്ന് നമ്മുടെ ബാലൻസ് കിട്ടാണ്ടായപ്പോൾ അങ്ങനെ പോയതാണ്. പിന്നെന്താ, 2 ടീമിലുള്ളവരും പരസ്പരം അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് നമ്മൾ വടം വലിക്കുമല്ലോ. എവിടെ വീണാലും എങ്ങനെ വീണാലും അവസാനം ഞങ്ങൾക്ക് തന്നെയാണ് കേട്ടോ വിജയം ഉണ്ടായിരുന്നത്. അങ്ങനെ വടംവലിയിൽ നമ്മുടെ ടീമാണ് കേട്ടോ ജയിച്ചത്. എന്താ, നമുക്കൊരു പഴക്കൊല വെറുതെ വേസ്റ്റാക്കി കളയാൻ പറ്റുമോ? വടംവലി ജയിച്ചവർക്ക് നമ്മളിവിടെ പഴക്കൊലയാണ് കേട്ടോ നൽകാറുള്ളത്. അങ്ങനെ ഇതേ ലാസ്റ്റ് എല്ലാവരുടെയും വടംവലി ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ഏട്ടന്മാരുടെയും കുഞ്ഞു പിള്ളേരുടെയും അങ്ങനെ പല ടീമായിട്ട് ഒരുപാട് പേരുടെ വടംവലി ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ അവസാനിച്ചു. എന്താ, 2 ട്രോഫിയും 1 കൊല പഴം കിട്ടിയത് അത്ര മോശമാണോ? നമ്മുടെ ഏജോ അതുപോലെ പ്രായമോ അതുപോലെ ഇപ്പോൾ 2 കുട്ടികളുടെ അമ്മയായി ഒരു കുട്ടിയുടെ അമ്മയായി അതൊന്നും ഒരു വിഷയമല്ല. നമുക്ക് താല്പര്യമുണ്ടോ, നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് എന്തിനും കൂടാം.
അല്ലാണ്ടിപ്പോൾ അവരെന്ത് പറയുന്നു ഇവരെന്ത് പറയുന്നു നാട്ടുകാരെന്ത് വിചാരിക്കുന്നൊക്കെ നോക്കിയിരുന്നാൽ നമുക്ക് അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമിനും കൂടാൻ. ഇപ്പോൾ അത് പറയാനുള്ള കാരണം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് നെഗറ്റീവ് ബാക്കിലേക്ക് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അന്നേ ദിവസം നമുക്ക് ട്രോഫി കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ അന്ന് നമ്മുടെ എല്ലാവരും വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ട്രോഫി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.